നമസ്കാരം. നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റാണ്. എന്താണെന്നുള്ളതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെയെന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് റോഷ്നി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് ലഡുവാണ്. പലതരത്തിലുള്ള ലഡു നമ്മൾ കഴിക്കാറുണ്ടെങ്കിൽ വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് മോനെ നോക്കാം. ക്യാരറ്റ് ലഡുവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1/2 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 1.25 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒരു 3-4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ടി ചേർക്കാം. ഏലക്കായ പൊടിച്ചതാണത്. 4 ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര ചേർത്ത്. 2 ടീസ്പൂൺ പാൽപ്പൊടി, പിന്നെ ഒരല്പം കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അതെ അതെ, ഒരു കട്ടിയുള്ള പാൻ വെക്കാം. നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കറുത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മതിയല്ലേ കറുത്ത മുന്തിരി? അതെ അതെ അതെ. ഇനി നമുക്കിത് വറുത്ത് കോരി എടുക്കാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത 1/2 കിലോ ക്യാരറ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് നന്നായിട്ട് വേവട്ടെ മനെ, നല്ലോണം വഴറ്റി വെള്ളമൊക്കെ കളഞ്ഞ് വേവട്ടെ. നമുക്ക് ഇത് ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇതൊക്കെ എന്നിട്ട് അനക്കി നമുക്ക് നോക്കാം. മൂടി മാറ്റി നമുക്ക് ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് അനക്കി കൊടുക്കാം. ഒരുവിധം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി മാറ്റി അല്പനേരം കൂടിയും വേവിച്ചെടുക്കാം. ഈ സമയത്ത് അല്പം കൂടി നെയ്യ് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ഈ ക്യാരറ്റൊക്കെ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി മൂടി ഇടാം. ഇനി നമുക്ക് നോക്കാം. അല്പനേരം കൂടി ഇങ്ങനെ മൂടി മാറ്റി നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. അതെ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരം ഇതിലിട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങി നമ്മളുടെ ക്യാരറ്റിൻ്റെ. ഇനി നമുക്കിതിലേക്ക് നാളികേരം, ഒരുവിധം വലിയ നാളികേരത്തിൻ്റെ ഒരു പകുതി മുറിയാണ് എടുത്തിരിക്കുന്നത്. നാളികേരം ഇട്ടതിന് നേരം ശേഷം ഏലക്കപ്പൊടി നമ്മൾ പഞ്ചസാര കൂട്ടി ഒരു 4 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. അത് പഞ്ചസാര കൂട്ടി നമ്മൾ പൊടിച്ചതാണ്. ആ നാളികേരത്തിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വിട്ടുപോട്ടെ. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലഡുവിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. വളരെ രുചികരമായ ക്യാരറ്റ് കൊണ്ടുള്ള ലഡുവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. പഞ്ചസാര മെൽറ്റായതിൻ്റെ ജലാംശവും നാളികേരത്തിൻ്റെ ജലാംശവും എല്ലാം ഈ
ക്യാരറ്റിലായിട്ട് യോജിച്ച് നന്നായിട്ട് ഇപ്പം നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ചൂട് ഒരുവിധം മാറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി ലഡു പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് ഇളം ചൂടോടുകൂടി നമുക്കിത് ഉരുട്ടി ലഡു പരുവത്തിൽ ഉരുട്ടി വെക്കാം. നമ്മുടെ ലഡു എല്ലാം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മുന്തിരിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യിൽ വറുത്ത് നേരത്തെ വെച്ചിരുന്നു നമ്മൾ. അതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ലഡുവാണത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നമസ്കാരം.